ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ വിഷുവിൻ്റെ തലേദിവസമാണ് ഇന്ന്. നമ്മളിവിടെ ഫുൾ വിഷുക്കണി ഒരുക്കാൻ പോവാണ്. അമ്മ നാട്ടിലില്ലാത്തതുകൊണ്ട് ഫുൾ റെസ്പോൺസിബിലിറ്റീസ് എനിക്കാണ്, ഡ്യൂട്ടീസ് എല്ലാം. അപ്പോൾ അത് വൃത്തിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈവനിങ് ഞാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണണം. പിന്നെ ഇത് ഫുൾ ഇപ്പോൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് തൊട്ടൊരു കുഞ്ഞൊരു വീഡിയോ കാണാം. ഫസ്റ്റിന് നമ്മൾ ആ ഒരു പോർഷനിലിരുന്ന സെറ്റി എല്ലാം സൈഡിലേക്കൊക്കെ മാറ്റിയിട്ടു. അവിടെ കുറേ സ്പേസ് ആക്കി. നോർമലി എല്ലാ വിഷുവിനും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എല്ലാ ഒക്കേഷൻസിനും അങ്ങനെ തന്നെയാണ്. അവിടെ സ്പേസ് വേണമെങ്കിൽ നമ്മൾ ആ സെറ്റ് അങ്ങ് മാറ്റിയിടും. പിന്നെ ബാക്കി കുഞ്ഞ് 2 സെറ്റ് സൈഡിലേക്ക് ഇട്ടു. ബാക്കി ടീപ്പോയൊക്കെ റൂമിൽ കൊണ്ടിട്ടു. ബാക്കി ചെയേഴ്സും പ്ലാസ്റ്റിക് ചെയേഴ്സ് ഉണ്ടായിരുന്നു, അതും കൊണ്ടിട്ടു. പിന്നെ ഞാൻ ഫുൾ അടിച്ചു വാരി ക്ലീൻ ആക്കി പുറത്തകത്തായിട്ട് പിന്നെ തുടച്ചു. കാരണം മുടിയൊക്കെ ഉണ്ടാവുമല്ലോ, പൊടി എന്തായാലും ഉണ്ടാവും. വൈറ്റിൻ്റെ ടൈൽസ് ആയതുകൊണ്ട് എന്തായാലും കാണാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി. പിന്നെ ഫുൾ ക്ലീൻ ആക്കണമല്ലോ, കണ്ണനൊക്കെ താഴെ ഇറക്കി വെക്കുന്നതല്ലേ, ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ ഞാൻ ഫുൾ ക്ലീൻ ആക്കി. പിന്നെ പായ വിരിച്ചു, അതിൻ്റെ മേലെ മഞ്ഞ ക്ലോത്ത് വിരിച്ചു. നമ്മുടെ സിൽക്കിൻ്റെയാണ് ക്ലോത്ത്, നമ്മൾ ടേബിളിൽ വിരിക്കാനുള്ളതാണ്. ദൈവങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു ടേബിളിൽ വെച്ചതാണ്. പിന്നെ നമ്മൾ വലിയ ഉരുളിയിലാണ് വെക്കാൻ പ്ലാൻ ചെയ്തത്. സിൽവർ ഉരുളിയാണ്, അതുകൊണ്ട് നമ്മൾ ക്രീമിൻ്റെ ആ ഒരു സിൽക്ക് തുണി അതിൻ്റെ മേലെ വെച്ചു ഭംഗിക്ക്. പിന്നെ അതിനകത്തെല്ലാം നമ്മളെല്ലാ ഫ്രൂട്ട്സും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതും വീട്ടിലുണ്ടായ എല്ലാ ഫ്രൂട്ട്സും വെച്ചു. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, ഏതൊക്കെ ഫ്രൂട്ട്സ് വേണം, നമ്മുടെ ഉള്ള പോലെ നമ്മളങ്ങ് വെക്കുക. പിന്നെ അതിൻ്റെ മേലെ ദേവിയുടെ ഒരു ഇതാണത്, എന്തോ അതിൻ്റെ പേര് പറയാൻ എനിക്ക് കിട്ടുന്നില്ല, അത് വെച്ചു. മറ്റേ റെഡ് കളറിലുള്ളത് അത് വെച്ചു. പിന്നെ അരി ഒരു ഇടങ്ങാഴിയിൽ വെച്ചു. പിന്നെ 3 നവധാന്യങ്ങളെല്ലാം വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി 3 പൾസസ്, മുതിര, കടല, പിന്നെ ഗ്രീൻ പീസ് വെച്ചു. സൈഡിലായിട്ടൊരു കുഞ്ഞു തളികയിൽ ഭഗവത്ഗീത, അതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ എന്താ പറയുക, കോടിമുണ്ട്, പിന്നെ ഗോൾഡ്, പൈസ അതെല്ലാം വെച്ചു. കുങ്കുമം, കൺമഷിയും ആ തളികയിലാണ് വെച്ച്. പിന്നെ കുറച്ച് പൂവും വെച്ചു ലാസ്റ്റ്. പിന്നെ നമ്മുടെ വിളക്ക് സൈഡിലാക്കി വെച്ചു. ഒരു കുഞ്ഞു തളികയിലാണ് വിളക്കും സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ചിരാതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ണിനെ താഴെ ഇറക്കി വെച്ചു. കണ്ണിന് തുളസിമാല അണിയിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കണ്ണിൻ്റെ ബാക്കിലായിട്ട് മറ്റേ ചെട്ടുമല്ലിയുടെ പ്ലാസ്റ്റിക് പൂക്കൾ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മളവിടെ ബാക്കിൽ സെറ്റ് ചെയ്തു ഭംഗിക്ക്. പിന്നെ വിളക്കിലെല്ലാം തിരിയിട്ട് കൊടുത്തു. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മളെ മേടിച്ച ഫ്രഷ് ചെട്ടുമല്ലിപ്പൂ ഉണ്ടായിരുന്നു, ഒരു ഉണ്ട ചെട്ടുമല്ലിപ്പൂവാണ് ഞാൻ മേടിച്ചത്. അതെല്ലാം ബാക്കി നമ്മുടെ ടേബിളിലുള്ള ദൈവങ്ങൾക്കെല്ലാം ഇട്ട് കൊടുത്തു. കണ്ണൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു ബാക്കി വന്നപ്പോൾ. പിന്നെ എല്ലാത്തിലും തിരിയിട്ട് കൊടുത്തു, ചിരാതിലും തിരിയിട്ട് കൊടുത്തു. കാരണം അച്ഛനാണ് രാവിലെ എണീറ്റ് വിളക്ക് വെക്കുന്നത്. അപ്പോൾ അച്ഛനെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ അമ്മയുള്ളപ്പോഴും അങ്ങനെയാണ്, രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ വന്ന് അതങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ, കുളിച്ച് വന്ന് കത്തിച്ച് കഴിഞ്ഞ് നമ്മളെ വന്ന് വിളിച്ച് കണി കാണാൻ നമ്മൾ ചെയ്യുക. വാൽക്കണ്ണാടി വെച്ചു, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കണിക്കൊന്ന് വെച്ചിട്ടുണ്ട്, അത് ഞാൻ മറന്നുപോയി പറയാൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരുടെ വിഷുവും അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത്രയും ഫ്രൂട്ട്സ് ഇതൊന്നും വെക്കാനില്ലെങ്കിലും ആരും ഇതും കണ്ട് അങ്ങനെ വിഷമിക്കൊന്നും ചെയ്ത് നമ്മളെ കൊണ്ടാവുന്ന ഫ്രൂട്ട്സേ നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ദൈവത്തിന് നമ്മൾ വെക്കുന്ന ഒരു ഇതാണ്, ദൈവത്തിന് അറിയാലോ നമ്മുടെ കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിഷു അടിച്ച് പൊളിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്.